ഓരോ ഇന്ത്യക്കാരനും പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ അവരെയും അവരുടെ ചരിത്രത്തെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഡോക്ടറെ സൗജന്യമായി ലഭിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകുമെന്ന് സങ്കല്പിക്കുക. വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും 2030 മുൻപ് തന്നെ നന്നായി നടപ്പിലാക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപക്ഷെ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ആരംഭിക്കും. കാരണം AI ലോകത്തെ വൈദഗ്ധ്യം ഏതാണ്ട് സൗജന്യമായിരിക്കും. ഒരു നല്ല കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. AI ഒരു വലിയ പിൻകേറ്റ ഏറ്റവും ദരിദ്രരും ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസം നേടിയവരും ഏറ്റവും വിദ്യാസമ്പന്നരും ഏറ്റവും സമ്പന്നരും തമ്മിൽ ഒരു വലിയ തുല്യത നൽകുന്ന ഒന്നായിരിക്കും. AI ട്യൂട്ടർ വില കുറഞ്ഞതാകുമ്പോൾ ഒരുപക്ഷെ ഒരു UPI പോലുള്ള സേവനത്തിൽ നിന്നോ മറ്റ് സേവനങ്ങളിൽ നിന്നോ സൗജന്യമായി ലഭിക്കുമ്പോൾ പണക്കാർക്ക് നിയമിക്കാൻ കഴിയുന്ന മനുഷ്യരായ ട്യൂട്ടർമാരെക്കാൾ മികച്ച ഒരു ട്യൂട്ടർ പാവപ്പെട്ടവന് ലഭിക്കുന്നു. BPO അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന ബിസിനസ് അതിവേഗം ക്ഷയിക്കും. നമുക്കത് ഏറ്റെടുത്ത് അത്രയൊന്നും സജ്ജമല്ലാത്ത ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് AI സേവനങ്ങൾ നൽകാൻ കഴിയും. ഒരു കർഷക തൊഴിലാളിക്ക് ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ വൈദഗ്ധ്യം ലഭ്യമാണ്. കാരണം അവർ രണ്ടുപേരും ഒരേ AI ആണ് ഉപയോഗിക്കുന്നത്. നമസ്കാരം, സ്വാഗതം. ഞാൻ വർഷങ്ങളായി പിന്തുടരുന്ന ഒരാളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ടെക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവചിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനോട് എനിക്ക് അതിയായ ബഹുമാനമുണ്ട്. പക്ഷേ ഞാൻ മാത്രമല്ല, സിലിക്കൺ വാലിയിലെ ഏറ്റവും സ്വാധീനമുള്ള ഇന്ത്യൻ വംശജരായ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. വാസ്തവത്തിൽ ഇന്ത്യൻ വംശജരിൽ മാത്രമല്ല, പൊതുവെയും. വിനോദ് ഖോസ്ല. അദ്ദേഹം സൺ മൈക്രോ സിസ്റ്റംസിൻ്റെ സഹസ്ഥാപകനാണ്. ക്ലൈനർ പെർക്കിൻസിൽ ദീർഘകാല പങ്കാളിയായിരുന്നു. പിന്നീട് ഖോസ്ല വെഞ്ചേഴ്സ് സ്ഥാപിച്ചു. AI ഹെൽത്ത് കെയർ, കാലാവസ്ഥ, സാങ്കേതികവിദ്യ എന്നിവയുടെ മുൻനിരയിലുള്ള ധീരമായ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പേരുകേട്ടയാൾ. യഥാർത്ഥത്തിൽ ഭാവിയായി മാറുന്നതുവരെ ആദ്യം തികച്ചും അസംഭവ്യമെന്ന് തോന്നാവുന്ന വിപരീതമായ പന്തയങ്ങൾ എടുക്കുന്നതിൽ വിനോദ് പ്രശസ്തനാണ്. ഇപ്പോൾ ഇന്നത്തെ ലോകം ഒരു നിർണായക ഘട്ടത്തിലാണ്. AI ആണ് അതിൻ്റെ കേന്ദ്രബിന്ദു. AI വിപ്ലവകരമാണോ അതോ അമിതമായി കൊട്ടിഘോഷിക്കപ്പെട്ടതാണോ എന്ന് മനസ്സിലാക്കാൻ വിനോദ് ഖോസ്ലയെ ഇവിടെ ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. വിനോദ്, ഡീകോഡറിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി. സമയം മാറ്റിവെച്ചതിന് വളരെ നന്ദി. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പറയട്ടെ, ഞാൻ താങ്കളെ കേൾക്കുകയും വായിക്കുകയും താങ്കളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. അതൊരു വിസ്മയകരമായ കാഴ്ചപ്പാടാണ്. അതായത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം AI ഉപയോഗിച്ച് ഇന്ത്യക്കാരായ നമുക്ക് 1.5 ബില്യൺ ആളുകൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ ആരോഗ്യ സംരക്ഷണം, നിയമോപദേശം പോലുള്ളവ പോലും സൗജന്യമായി ലഭിക്കും എന്നത്. ചില പാവപ്പെട്ട ആളുകൾക്ക് വക്കീലന്മാരെ വെക്കാൻ സാമ്പത്തികമായി കഴിയാതെ വരുമ്പോൾ അവർക്ക് ഉപദേശം നൽകാൻ AIയുടെ സഹായം തേടാവുന്നതാണ്. അതായത്, ഇത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നാണ്, അല്ലേ? ഇതൊരു വളരെ അസാധാരണമായ അവസരമാണെന്നും വളരെ ഹ്രസ്വകാലത്തേക്കുള്ളതാണെന്നും ഞാൻ തീർച്ചയായും കരുതുന്നു. നിങ്ങൾ ഒരുപക്ഷെ സൂചിപ്പിച്ച 2 അടിസ്ഥാന കാര്യങ്ങളായ വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും 2030 വളരെ മുൻപും അടുത്ത 5 വർഷത്തിനുള്ളിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നവയാണ്. ഒരുപക്ഷെ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഇത് ആരംഭിക്കാൻ കഴിയും. കാരണം AIയുടെ ലോകത്ത് വൈദഗ്ധ്യം മിക്കവാറും സൗജന്യമായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ ഓരോ ഇന്ത്യക്കാരനും അവരെയും അവരുടെ ചരിത്രവും പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരു സൗജന്യ ഡോക്ടറെ ലഭിച്ചാൽ അത്ഭുതകരം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് പ്രാഥമിക ആരോഗ്യത്തിന് ചെലവഴിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ അത് ചെയ്യാൻ കഴിയുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പേഴ്സണൽ ഡോക്ടർ പുലർച്ചെ 2 മണിക്ക് നിങ്ങളുടെ കുട്ടിക്ക് അസുഖമാണെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ഡോക്ടറെ ആ നിമിഷം AI വഴി ലഭ്യമാകുന്നു. നിങ്ങളുടെ കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാൻ സഹായം വേണമെങ്കിൽ നിങ്ങൾ ആരാണെന്നത് പരിഗണിക്കാതെ നിങ്ങളുടെ അധ്യാപകർ സ്കൂളിൽ വന്നില്ലെങ്കിൽ പോലും, കാരണം ഹാജരാകാത്തവരുടെ നിരക്ക് വളരെ കൂടുതലാണ്, നിങ്ങൾക്ക് എന്തറിയാമെന്നും എന്തറിയില്ലെന്നും നിങ്ങളുടെ പഠനത്തിലെ വിടവുകൾ എന്തൊക്കെയാണെന്നും AIക്ക് വിലയിരുത്താൻ കഴിയും. കൂടാതെ നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഹോംവർക്ക് ചെയ്യുമ്പോൾ അതിനിങ്ങനെ പറയാൻ കഴിയും, ശരി, നിങ്ങൾ 3 മാസം മുൻപ് പഠിക്കേണ്ടിയിരുന്ന മറ്റൊരു ആശയം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ ഹോംവർക്കിൽ സഹായിക്കുന്നതിന് മുൻപ്
ഞാൻ നിങ്ങളെ അത് പഠിപ്പിക്കാം. അത്ഭുതം തന്നെ. അതുകൊണ്ട് അത്തരത്തിലുള്ള വളരെ വളരെ വ്യക്തിഗതമായ വിദ്യാഭ്യാസം സാധ്യമാണ്. വളരെ വ്യക്തിഗതമായത് വൈദ്യോപദേശവും സൗജന്യ പ്രാഥമിക പരിചരണവും സൗജന്യ AI സ്പെഷ്യാലിറ്റി പരിചരണവും. എനിക്ക് തോന്നുന്നത് ഒട്ടും ചെലവില്ലാതെ തന്നെ ഓരോ ഇന്ത്യക്കാരനും വിട്ടുമാറാത്ത രോഗപരിപാലനം നൽകുന്നത് വളരെ പ്രായോഗികമാണെന്നാണ്. നിങ്ങൾക്ക് പ്രമേഹമോ ഹൃദ്രോഗമോ അല്ലെങ്കിൽ ഇവയിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിന് ദിവസത്തിൽ പലതവണയും ഏതാണ്ട് യാതൊരു ചെലവുമില്ലാതെ നിങ്ങളെ സഹായിക്കും. അതായത് അത് തികച്ചും നിങ്ങൾ പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ്. അത് ഇന്ത്യയെ മാറ്റിമറിക്കും. കാരണം പാവപ്പെട്ട 50% ആളുകൾക്ക് യഥാർത്ഥത്തിൽ വൈദ്യസഹായം വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എല്ലായിടത്തും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ആശുപത്രികളും സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. പക്ഷേ അതിന് വലിയ ചെലവാണ്. അതുകൊണ്ട് ഇതിന് യഥാർത്ഥത്തിൽ അതിൽ പലതിനെയും മാറ്റി സ്ഥാപിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു ആദ്യപടിയാകാം. കുറഞ്ഞപക്ഷം ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപുള്ള ഒരു തരംതിരിക്കൽ. ഏതെങ്കിലും മെഡിക്കൽ കേസ് വളരെ സങ്കീർണമാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുക. പക്ഷേ 95% കേസുകളും നിങ്ങൾ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് പരിഹരിക്കാൻ കഴിയും. അത് ശരിയാണോ? ശരി, അത് അതിലും കൂടുതലാണ്, അതിനേക്കാൾ മികച്ചതാണ്. വാവ്. കൂടുതൽ സങ്കീർണമായ രോഗനിർണയത്തിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെയോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെയോ പോലുള്ള മികച്ച സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരെക്കാൾ വളരെ മികച്ച പ്രകടനം AI കാഴ്ചവെക്കുന്നതായിട്ടുള്ള പഠനങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ഡാറ്റ അത് ശരിവെക്കുന്നു. ഇത് ഇന്ത്യൻ സാഹചര്യത്തിനനുസരിച്ച് പാക്കേജ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഇനിയും ജോലികൾ ചെയ്യാനുണ്ട്. പക്ഷേ ആ കഴിവ് ഇന്ന് നിലവിലുണ്ട്. ഇതുവരെ അത് നന്നായി വിന്യസിക്കുകയോ വ്യാപകമായി വിന്യസിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അത് സംഭവിക്കും. കൂടാതെ ഞാൻ കരുതുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഐഡന്റിറ്റിയുടെ അടിസ്ഥാനം ആധാരായിരുന്നു എന്നാണ്. അതെ, നിങ്ങൾക്കിത് പേയ്മെൻറ്റുകൾക്കായി ഉപയോഗിക്കാം. പക്ഷേ അതേ ഐഡന്റിറ്റി സെറ്റപ്പ് എന്നിവയിൽ പ്രാഥമികാരോഗ്യ സേവനങ്ങളും മറ്റ് വിട്ടുമാറാത്ത രോഗപരിപാലന സേവനങ്ങളും നൽകാൻ ആധാർ ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അത്ഭുതം. വിദ്യാഭ്യാസ സേവനങ്ങൾ ഇന്ത്യൻ സർക്കാർ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 2030 വളരെ മുമ്പായി UPI പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത് ഒരു ലക്ഷ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ കരുതുന്നു. അതെ, സാർവത്രിക ആരോഗ്യത്തിനും സാർവത്രിക വിദ്യാഭ്യാസത്തിനും. അതുകൊണ്ട് നിങ്ങൾ കണക്കോ ശാസ്ത്രമോ പഠിക്കാൻ ശ്രമിക്കുന്ന 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിലും അല്ലെങ്കിൽ തിരികെ പോയി എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന 50 വയസ്സുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ളതെന്തും ഏതാണ്ട് സൗജന്യമായും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ചെലവഴിക്കുന്ന ബജറ്റുകൾക്കുള്ളിൽ പൂർണ്ണമായും താങ്ങാനാവുന്ന രീതിയിലും ചെയ്യാൻ കഴിയും. വാസ്തവത്തിൽ ആശുപത്രികൾ സ്ഥാപിക്കുന്നതിനേക്കാൾ ചെലവ് കുറവായിരിക്കുമെന്ന് നിങ്ങൾ സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, AI ഉപയോഗിച്ച് നേരിട്ടുള്ള 1-on-1 ഉപദേശം. പക്ഷെ എന്നോട് പറയൂ, അത് വളരെ വ്യക്തിപരമല്ലാത്ത ഒന്നായിരിക്കുമോ? അത് വെറും ഒരു വിചിത്രമായി തോന്നുന്ന ഒരു രൂപം ആയിരിക്കില്ലേ? അത് ഏകദേശം മനുഷ്യനെ പോലെ ആയിരിക്കും, അല്ലേ? ശരി, ഡാറ്റ കാണിക്കുന്നത് മനുഷ്യർ പലപ്പോഴും മറ്റു മനുഷ്യരെക്കാൾ AI ആണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ്. വാവ്. ഇപ്പോൾ ഒരു ഡോക്ടർ നിങ്ങളോട് നിങ്ങൾ എത്രമാത്രം മദ്യപിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ സത്യസന്ധമായ ഉത്തരം നൽകില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണക്രമം എത്ര നന്നായി നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ മനുഷ്യരെക്കാൾ AI-യെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഞങ്ങൾ കണ്ടെത്തി. പ്രത്യേകിച്ച് അത് ലഭ്യമാണെങ്കിൽ. അറിയാമല്ലോ, നിങ്ങളൊരു ഗ്രാമത്തിലാണെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ ഒരിടത്തേക്ക് യാത്ര ചെയ്യാൻ തന്നെ ഒരു ദിവസമെടുക്കും. ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി മാത്രം ആ ദിവസത്തെ നിങ്ങളുടെ കൂലിയും നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോവുകയില്ല. സ്കൂളിൽ നിങ്ങളുടെ ടീച്ചർ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വിദ്യാഭ്യാസം ലഭിക്കില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്കും അത്ര സൗകര്യങ്ങളില്ലാത്തവർക്കും ഇതൊരു വലിയ അവസരമാണ്. അതെ, പക്ഷെ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാം. ഒരുപാട് ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ ഒറ്റയ്ക്ക് കാണാനാണ് നിങ്ങൾക്കിഷ്ടം. പിന്നെ ഇന്ത്യയിൽ രോഗികൾക്ക് അവരുടെ കുടുംബം മുഴുവൻ ഒപ്പമുണ്ടാകണമെന്ന് ഡോക്ടർമാർ പറയുന്നു. അതുകൊണ്ട് അവർ ആരെയെങ്കിലും അകത്തേക്ക് വിളിച്ച് അയാൾ അല്ലെങ്കിൽ അവൾ ചുറ്റും നോക്കിയിട്ട്
എനിക്ക് എൻ്റെ മുഴുവൻ കുടുംബത്തെയും വിളിക്കാമോ എന്ന് ചോദിക്കും. എന്നിട്ട് കുടുംബം മുഴുവൻ വരും. പിന്നെ അവരത് ചർച്ച ചെയ്യും. AI-ക്ക് അതുപോലെ സാമൂഹികമാകാൻ കഴിയുമോ? തീർച്ചയായും. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഒരു സൂം കോൾ ചെയ്യുകയാണ്. ഈ കോളിൽ മറ്റ് 5 കുടുംബാംഗങ്ങൾ കൂടി ഉണ്ടായേക്കാം. ശരിയാണ്. ശരിയല്ലേ? ശരിയാണ്. ശരിയാണ്. പിന്നെ നോക്കൂ, പ്രായോഗികമായ ഉദാഹരണം. ഞാൻ ഇപ്പോൾ ഒരു പരീക്ഷണം നടത്തി. അതെ, മേഘാലയയിൽ ഏതാനും ആയിരക്കണക്കിന് ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന കാശി എന്നൊരു പ്രത്യേക ഭാഷയുണ്ടെന്ന് എനിക്ക് അറിയുക പോലുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ സിസ്റ്റങ്ങളിലൊന്നിനോട് എന്നോട് കാശിയിൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. അതിന് കഴിയുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് കാശി മാത്രം സംസാരിക്കുന്ന മേഘാലയയിലുള്ള ഒരാളുമായി നിങ്ങൾക്കിപ്പോൾ അവരുടെ ഭാഷയിൽ, അവരുടെ സാഹചര്യത്തിൽ ആശയവിനിമയം നടത്താൻ കഴിയും. അതാണ് അത്ഭുതം. എത്ര ഡോക്ടേഴ്സ്മാർക്ക് കാശിയിൽ സംസാരിക്കാൻ കഴിയും? അത് തന്നെ. അതിരിക്കട്ടെ ഡെക്കോഡ, നിങ്ങൾ പറയുന്നതെല്ലാം 10 ഭാഷകളിലും ലഭ്യമാകും AI ഉപയോഗിച്ച്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംസാരിക്കുന്നത് തമിഴ്, മലയാളം, പഞ്ചാബി, ബംഗാളി എല്ലാം കൊള്ളാം. എനിക്ക് കൂടുതൽ ശക്തി ലഭിച്ചതായി തോന്നുന്നു. പെട്ടെന്ന് ഇത്രയധികം ഭാഷകളിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്നത്. അതെ, പക്ഷേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരാളുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നത്, ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി, ഒരു വലിയ നേട്ടമാണ്. പക്ഷേ അത് മാത്രമല്ല, അത് അവരുടെ ഭാഷയിൽ മാത്രമല്ല. ലോകത്തെവിടെയുമുള്ള മിക്ക ഡോക്ടർമാരും രോഗികളോട് സംസാരിക്കുന്നത് രോഗിക്ക് മനസ്സിലാകുന്നു എന്ന മട്ടിലാണ്. ഒരു രോഗിക്ക് മനസ്സിലാകേണ്ടതുണ്ടെങ്കിൽ അവർ 5ാം ക്ലാസ് വിദ്യാഭ്യാസ നിലവാരത്തിലാണെങ്കിൽ 5ാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരാളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ആശയവിനിമയം നടത്താനും നിങ്ങളുടെ ഭാഷ മാറ്റാനും കഴിയാൻ. അത് മാത്രമല്ല, അതാണ് കാരണത്തിന്റെ ഒരു ഭാഗം. ശരി, അതെ, അതും വ്യത്യസ്തമാണ്. ഇത് ഭാഷയുടെ കസ്റ്റമൈസേഷൻ മാത്രമല്ല. അതെ, അത് ഒരേ ഭാഷയാണ്, പക്ഷേ ഒരേ ഭാഷയുടെ വ്യത്യസ്ത തലങ്ങൾ. അതെ, കൊള്ളാം. മനസ്സിലാക്കുന്നതിന്റെ വ്യത്യസ്ത തലങ്ങൾ. അത് ശരിയാണ്. നിങ്ങൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ വൈദ്യോപദേശത്തെക്കുറിച്ചോ സംസാരിക്കുകയാണെങ്കിൽ ഇത് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ ഇത് സൂചിപ്പിച്ചുവെന്ന് ഞാൻ കരുതുന്നു. ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകാം. നിങ്ങൾക്കറിയാമോ, നമ്മൾ GDP അളക്കുന്നത് ജോലികളുടെ എണ്ണം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർമാരുടെ ജോലി സൗജന്യമായി ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ട്യൂട്ടർമാരുടെ ജോലി സൗജന്യമായി ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ നിയമോപദേശം സൗജന്യമായി ലഭിക്കും. അതുകൊണ്ട് GDPക്ക് മൊത്തത്തിൽ ഒരു വ്യത്യസ്തമായ അർത്ഥമുണ്ടാകും. AI വഴി ആളുകൾക്ക് നേട്ടമുണ്ടാകുന്നു. അതെ, നിങ്ങൾക്ക് ഉപഭോഗം ചെയ്യാൻ കഴിയുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഒരു ശേഖരമായി നിങ്ങൾ GDPയെ നിർവചിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ സമൃദ്ധിയുണ്ടാകും. അവയ്ക്ക് എങ്ങനെ വിലയിടുന്നു നിങ്ങൾക്കറിയാമോ? ആ വിലകളെല്ലാം 0-ലേക്ക് പോകുമ്പോൾ GDPയുടെ സാധാരണ അളവ് കുറയുന്നു. നിങ്ങളൊരു കമ്പ്യൂട്ടർ പോലെ $10 ലക്ഷം വിലയുള്ള എന്തെങ്കിലും എടുത്ത് $100 വിൽക്കുകയാണെങ്കിൽ അതാണ് ഇന്ന് സെൽഫോണിൽ സംഭവിക്കുന്നത്. അധികം കാലം മുൻപല്ലാത്ത $10 ലക്ഷം വില വന്ന ഒരു മെഷീന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി അതിനുണ്ട്. GDP യഥാർത്ഥത്തിൽ കുറയുന്നു. അതുകൊണ്ട് വലിയ പണച്ചുരുക്കമുള്ള സമ്പദ് വ്യവസ്ഥകളിൽ GDP ഒരു മോശം അളവുകോലാണ്. നമ്മൾ ഒരു പണച്ചുരുക്കമുള്ള സമ്പദ് വ്യവസ്ഥ കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിക്കും. ഇപ്പോൾ ഇതിന് ആശങ്കകൾ ഇല്ലാതില്ല. വ്യക്തമായും AI ഇത് ചെയ്യുക ജോലികൾ ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കും. അതുകൊണ്ട് AI-യുടെ ലോകത്ത് താഴ്ന്ന വരുമാനമുള്ള വിഭാഗങ്ങളിലെ ആളുകൾക്ക് മൂല്യത്തിന്റെ ഒരു പുനർവിതരണം വളരെ അത്യാവശ്യമായി വരും. നമുക്കതിൻ്റെ സാമ്പത്തിക വശങ്ങളിലേക്ക് പോകാം. സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. നയം ഒരു വലിയ മാറ്റമുണ്ടാക്കും. നയം മിക്കപ്പോഴും തീരുമാനിക്കുന്നത് രാഷ്ട്രീയമായിരിക്കും. അതുകൊണ്ട് ഈ ലോകം യാഥാർത്ഥ്യമാകുന്നതിനുള്ള തടസ്സം സാങ്കേതിക വിദ്യയുടെ കഴിവിനേക്കാൾ ഈ കാര്യങ്ങളാണ്. പ്രധാനമന്ത്രി മോദിയെ പോലൊരാൾ ഞാൻ സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കും എന്ന് പറയുന്ന ദൗത്യം ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഒരു വിദഗ്ധാഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ആശുപത്രിയിലെ ഒരു ശസ്ത്രക്രിയ. അഭിപ്രായം ശരി. ഒരു ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓങ്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രൈമറി കെയർ ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ ചികിത്സകൻ്റെയോ അത് സൗജന്യമായിരിക്കും. നിങ്ങൾ ആശുപത്രിയിലെ കിടക്കകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ
അത് സൗജന്യമായിരിക്കില്ല. മരുന്നുകൾക്ക് വില കുറയുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ മരുന്ന് കമ്പനികൾക്ക് കുത്തകയുള്ളതുകൊണ്ട് ഇന്ന് അവയ്ക്ക് വില കുറവുണ്ട്. എന്നാൽ AI പുതിയ മരുന്നുകൾ രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു 10 വർഷം കഴിഞ്ഞാൽ ഓരോ രോഗത്തിനുമുള്ള മരുന്നുകളുടെ എണ്ണം നാടകീയമായി വർദ്ധിക്കും. അതിനർത്ഥം വില കുറയുമെന്നാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് AI ആ മരുന്നുകൾ വികസിപ്പിക്കുമെന്നാണോ? അപ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ ലഭ്യമാകുമോ? അതെ, AI രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ മരുന്നുകൾ ഈ വർഷം ക്ലിനിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആ പഠനങ്ങൾക്ക് 5-10 വർഷമെടുക്കാം. കാരണം അതെ, മരുന്ന് വികസനം വളരെ ദൈർഘ്യമേറിയ ഒരു പ്രക്രിയ. പക്ഷേ ഇത് മനോഹരമായ ഒരു സാധ്യതയാണ്. അതുകൊണ്ട് മരുന്നുകൾ, നിങ്ങൾക്കറിയാം, രോഗനിർണയങ്ങളും രക്തപരിശോധനകളും ഇമേജിങ്ങുകളും എക്സ്റേകളും ഇവയുടെ എല്ലാം ചെലവ് കുറയ്ക്കാൻ കഴിയും. കാരണം ആ പഠനങ്ങൾ വായിക്കാൻ ഒരു റേഡിയോളജിസ്റ്റിന്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ AIക്ക് നിങ്ങളെ ഒരു പരിധിവരെ കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ പിന്നീട് അത് വളരെ സങ്കീർണമാകുമ്പോൾ, അല്ലെങ്കിൽ ചില ശസ്ത്രക്രിയകൾ ആവശ്യമായി വരുമ്പോൾ, അല്ലെങ്കിൽ എക്സ്റേ ആവശ്യമായി വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ, ഈ വിവിധ തരം റഡാർ ടെസ്റ്റുകൾ പോലുള്ളവ ഭൗതികമായ കാര്യങ്ങളാണ്. അതിനാൽ അവ നിങ്ങളെ ആ ഒരു ഘട്ടം വരെ എത്തിക്കും. എന്നാൽ പിന്നീട് ഒരു മനുഷ്യൻ്റെ ഇടപെടൽ ആവശ്യമായി വരും. നിങ്ങൾ ട്രയാഷ് എന്ന് വിളിക്കുന്നത് അതാണോ? അതുകൊണ്ട് AI സോഫ്റ്റ്വെയർ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കില്ല. അതെ, പക്ഷേ അത് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കും. കൃത്യമായി നമ്മളിത് മനസ്സിൽ വെക്കണമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഭൗതിക ലോകം ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ സോഫ്റ്റ്വെയർ ഇന്റലിജൻസ് AI നിൽക്കുന്ന സ്ഥാനത്തേക്കാൾ ഒരു 5 മുതൽ 7 വർഷം വരെ പിന്നിലാണ് റോബോട്ടിക്സ് AI. റോബോട്ടിക്സ് എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു റോബോട്ട് വിഷമിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ അത് ചെയ്യുന്ന റോബോട്ടിക്സ് എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു റോബോട്ട് യഥാർത്ഥത്തിൽ ശസ്ത്രക്രിയ ചെയ്യുന്നതാണ്. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതെ, ശരി. അപ്പോൾ അത് അടുത്ത 10 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കാൻ സാധ്യതയില്ല. എപ്പോഴെങ്കിലും അത് സംഭവിക്കും, ഒരുപക്ഷെ 30കളുടെ അവസാനത്തിൽ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പ്രമേഹ രോഗിയോ ഹൃദ്രോഗിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം, മരുന്നുകൾ, അവർക്ക് ലഭിക്കേണ്ട ഡോസേജ്, ഡ്രഗ് ടൈട്രേഷൻ എന്ന് പറയുന്നത് പോലെ അവർ കഴിക്കേണ്ട ഭക്ഷണം എന്നിവയെല്ലാം നിങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പ്രമേഹവുമായോ രക്താതിമർദ്ദവുമായോ ബന്ധപ്പെട്ട ഹൃദയ ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ മറ്റ് ശസ്ത്രക്രിയകൾ പോലുള്ള ആവശ്യമായ ശസ്ത്രക്രിയകളുടെ എണ്ണം നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് AI ഉപയോഗിച്ച് രോഗികളെ നേരത്തെ പരിചരിക്കുന്നതിലൂടെ ഭൗതിക ലോകത്ത് ആവശ്യമായ ആരോഗ്യപരിപാലനത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ തീർച്ചയായും കരുതുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ നോക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പല ദീർഘവീക്ഷണങ്ങളിലും നിങ്ങൾ ശരിയായിരുന്നതുകൊണ്ടും ഇത് ഇങ്ങനെയാകാം എന്നതിലും ഞാൻ ശരിക്കും വളരെ ആവേശഭരിതനാണ്. യഥാർത്ഥത്തിൽ പാവപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഒരു പുതിയ ഇന്ത്യ. പാവപ്പെട്ടവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക. ഞാൻ എഴുതിയ ബ്ലോഗിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. അത് ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. AI ഹിന്ദിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നത് ഞാൻ നൽകി. അതിനെക്കുറിച്ച് ഒരു പ്രഭാഷണം ഡിസംബറിൽ കമ്പ്യൂട്ടർ ഹിസ്റ്ററി മ്യൂസിയത്തിൽ വെച്ച്. ശരിയാണ്, അതേ ആശയം തന്നെ. ഇന്ത്യൻ ജനസംഖ്യയുടെ താഴെയുള്ള പകുതി പേർക്കായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വ്യക്തമായും മുകളിലുള്ള പകുതി പേർക്കായി. പിന്നെ നിങ്ങൾക്കറിയാമോ, വിനോദം പോലുള്ള മറ്റ് കാര്യങ്ങൾ പോലും ഏകദേശം സൗജന്യമാകും. ഇപ്പോൾ ഗവൺമെന്റിന്റെ വലിയൊരു ഭാഗം മുന്നോട്ട് വന്ന് ഈ സേവനങ്ങൾ നൽകേണ്ടി വരും. കാരണം അവ വളരെ വില കുറഞ്ഞതായിരിക്കും, ഗവൺമെന്റിന് പോലും നൽകാൻ എളുപ്പമായിരിക്കും. ഇത് നടപ്പാക്കാൻ നിങ്ങൾ വലിയ ബജറ്റ് കമ്മിയുണ്ടാക്കുകയുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ സാമ്പത്തിക വശത്തെക്കുറിച്ചും ഞാൻ ശരിക്കും ആവേശത്തിലാണ്. പക്ഷേ ദീർഘകാല അളവ് വളരെ ആവേശകരമാണ്. വ്യക്തമായും സ്വാധീനിക്കാൻ കൂടുതൽ പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട്. പാർപ്പിടവും ഭക്ഷണവുമാണ് പാവപ്പെട്ടവർക്ക് ഒരുപാട് ആവശ്യമുള്ള 2 കാര്യങ്ങൾ. അവയെ AIയുടെ വൈദഗ്ധ്യമോ ബുദ്ധിയോ ഉപയോഗിച്ച് സ്വാധീനിക്കാൻ കൂടുതൽ പ്രയാസമാണ്. അവരുടെ ലോകം, ആ ലോകം ബുദ്ധി സൗജന്യമാകുന്നതിനോ അറിവ് സൗജന്യമാകുന്നതിനോ ബന്ധപ്പെട്ടിട്ടില്ല. അത് യഥാർത്ഥത്തിൽ പാർപ്പിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇനി
നിങ്ങൾ ശക്തമായ ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ പാർപ്പിടത്തിന്റെ ചെലവ് കുറയാനുള്ള വഴികളുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ നിങ്ങൾ ഈ ചെലവ് കുറയ്ക്കലുകൾ ചെയ്യുമ്പോൾ തൊഴിലിന്മേലും സമ്മർദ്ദം കാണും. അതുകൊണ്ട് ഞാനത് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് ഉറപ്പാക്കാം. ഇതെല്ലാം അത്ര എളുപ്പമല്ല. ഇവ നയപരമായ വിട്ടുവീഴ്ചകളായിരിക്കും. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ? സൗജന്യ ആരോഗ്യ സംരക്ഷണം, പ്രാഥമിക ശുശ്രൂഷ, സൗജന്യ വിദ്യാഭ്യാസം എന്നിവ ഒരു UPI പോലുള്ള സേവനത്തിൻ്റെയോ ആധാർ പോലുള്ള സേവനത്തിൻ്റെയോ ഭാഗമായി വളരെ വേഗത്തിൽ നൽകാൻ വളരെ എളുപ്പമാണ്. പറയേണ്ടിയിരിക്കുന്നു, UPI ഇന്ത്യയിൽ ഒരു വലിയ വിജയമാണ്. ശരിയാണ്. പിന്നെ നിങ്ങൾക്കറിയാമോ, നിങ്ങളൊരു പക്ഷേ കരിക്ക് വിൽക്കുന്നയാളും UPI ഉപയോഗിക്കുന്നു. എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു വിപ്ലവം തന്നെയാണ്. അല്ല, അതൊരു മികച്ച ഉദാഹരണമാണ്. നോക്കൂ, പാശ്ചാത്യ രാജ്യങ്ങളിൽ, അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് വിസയും മാസ്റ്റർ കാർഡും ഓരോ ഇടപാടിലുമുള്ള 2-3% നികുതിയാണ്. ശരി. അല്ലെ, ഇന്ത്യയിൽ ആ നികുതി ഇല്ലാതായതുപോലെയാണ്. അതെ. UPI കാരണം ഞാൻ കരുതുന്നു പ്രാഥമിക പരിചരണത്തിന്റെ ചെലവ്, അത് വിദ്യാഭ്യാസമോ ആരോഗ്യ പരിപാലനമോ ആകട്ടെ, ഈ സേവനം നൽകുന്നതിന് പ്രതിമാസം 10ലധികം രൂപയിൽ കൂടുതൽ ആകരുത്. ഇത് പ്രതിമാസം 100 കണക്കിന് രൂപയല്ല. അതെ, അതാണ് കാര്യം. അത്രയും വില കുറവാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത്രയും വില കുറവായിരിക്കണം. 2030 ഉറപ്പായി. 2030, അത് വെറും 4 വർഷം മാത്രം അകലെയാണ്. തൊട്ടടുത്ത്. കൊള്ളാം. പക്ഷേ കുട്ടികൾക്ക് ട്യൂട്ടർമാരായോ അവരുടെ കുട്ടികൾക്കോ പരസ്പരമോ ഡോക്ടർമാരായോ എന്തിന് നിയമോപദേശം നൽകുന്നതിനോ വേണ്ടി AI ഉപയോഗിക്കുന്ന മാതാപിതാക്കളുടെ കാര്യത്തിൽ AI ആശ്രയിക്കാമെന്ന വിശ്വാസം അവരിൽ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയണം. നിങ്ങളത് എങ്ങനെ ചെയ്യും? ഞാൻ കരുതുന്നത് AI സ്വഭാവം നിർണ്ണയിക്കാൻ നിരവധി സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഞാൻ നൽകിയ ലളിതമായ ഉദാഹരണങ്ങളിലൊന്ന് ഇന്ന് ഒരു രോഗിയെ നിർണ്ണയിക്കുന്നതിൽ ഡോക്ടർമാർ എത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് പറയാൻ ഒരു നല്ല മാർഗമില്ല. ഞാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതായത് US-ൽ ഒരു ഡോക്ടറുടെ പ്രകടനത്തിൻ്റെ നിലവാരം എന്താണ്. അതിനാൽ നിങ്ങളൊരു AI-ക്ക് അംഗീകാരം നൽകുമ്പോൾ അത് ഡോക്ടർ ചെയ്യുന്നതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കണം. അപ്പോൾ വൈകാരിക പ്രതികരണശേഷി പോലുള്ള തലങ്ങൾ ഉൾപ്പെടെ ഒന്നല്ല, പല തലങ്ങളിൽ മനുഷ്യന്റെ പ്രകടനവുമായി ആ AI-യെ താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രെഡിക്കേറ്റ് ഉപകരണം നിങ്ങളുടെ പക്കലുണ്ടാകും. വാസ്തവം എന്തെന്നാൽ ഇന്ത്യയിലെ മിക്ക ആളുകൾക്കും ഒരു ഡോക്ടറുടെ അടുത്ത് പോയാൽ അവർക്ക് ഡോക്ടറുടെ മുന്നിൽ 2 മിനിറ്റാണ് കിട്ടുന്നത്. അതെ അതെ. അതായത് സാമ്പത്തികമായി മെച്ചപ്പെട്ടവർക്ക് പോലും. എൻ്റെ അച്ഛന് ക്യാൻസർ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയപ്പോൾ പോലും ഡോക്ടർക്ക് എനിക്കത് വിശദീകരിച്ചു തരാൻ 15 മിനിറ്റ് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതെ. അതുകൊണ്ട് AI-ക്ക് ഇത് വിശദീകരിക്കാൻ മണിക്കൂറുകൾ എടുക്കാനും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനും അത് വെറും ഒരു രോഗിക്ക് ഉണ്ടായേക്കാവുന്ന, അത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മനോഹരമായ പുതിയ വാക്ക് ലോകമാണ്. അത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വരച്ചു കാട്ടുകയാണ്. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി 1-2 പ്രധാന മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് നൽകാനുമുണ്ട്. നമ്മൾ ഉദാഹരണത്തിന് സോഫ്റ്റ്വെയറിനും ബിസിനസ് ഔട്ട്സോഴ്സിങ്ങിനുമുള്ള ഒരു പ്രധാന കേന്ദ്രം. AI-ക്ക് അതിനെ മാറ്റിസ്ഥാപിക്കാൻ കഴിയും, അല്ലേ? ബിസിനസ് ഔട്ട്സോഴ്സിംഗ് സോഫ്റ്റ്വെയർ. അതെ, ക്ഷമിക്കണം, ഏതാണ്ട് ഉറപ്പായി 5 വർഷത്തിനുള്ളിൽ IT സേവനങ്ങളുടെ ബിസിനസ് അതിവേഗം ക്ഷയിക്കും. BPO അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗിന്റെ ബിസിനസ് അതിവേഗം ക്ഷയിക്കും. അത് ഇതിനകം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമർ സപ്പോർട്ട് കോളുകൾ അത് വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യക്ക് ഒരു ഗുണമുണ്ട്. അവിടെ നല്ലൊരു ശതമാനം വിദ്യാസമ്പന്നരായ ആളുകളുണ്ട്. ഇന്ത്യക്കാർ ലോകമെമ്പാടും അത് തെളിയിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് ആധിപത്യമുണ്ട്. നമ്മുടെ ടെക്നോളജിസ്റ്റുകൾക്ക് സിലിക്കൺ വാലിയിൽ ആധിപത്യമുണ്ട്. നമുക്കതെടുക്കാം. അത്രയധികം സജ്ജമല്ലാത്ത ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് AI സേവനങ്ങൾ നൽകാം. ഞാൻ ആ ഭാഗത്ത്, ബിസിനസ്സുകൾ വികസിപ്പിക്കുന്ന ഭാഗത്ത് നയരൂപീകരണം നടത്തുകയായിരുന്നെങ്കിൽ
അതിലായിരിക്കും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. AI കയറ്റുമതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശരിയാണ്. ഇത് BPO സേവനങ്ങളുടെ കയറ്റുമതിക്കോ IT-ക്കോ പകരമായി AI സേവനങ്ങളുടെ കയറ്റുമതിയാണ്. BPOയ്ക്ക് പകരം സേവനങ്ങളുടെ കയറ്റുമതി. നിങ്ങൾ സംസാരിക്കുന്നത് ഒരു വലിയ പരിവർത്തനത്തെക്കുറിച്ചാണ്. BPOയ്ക്ക് പകരം നിങ്ങളൊരു AI കയറ്റുമതിക്കാരനായി മാറുന്നു. പിന്നെ നമുക്ക് അതിനുള്ള കഴിവുണ്ട്, പക്ഷെ നമ്മൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അല്ലേ? അതെ, ഞങ്ങൾ ഇപ്പോൾ രസകരമായ ഒന്നിൽ നിക്ഷേപിച്ചു. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ സർവത്തിൽ നിക്ഷേപിച്ചു. കാരണം ഇന്ത്യയിൽ തന്നെയുള്ള ഒരു പരമാധികാര AI മോഡൽ വേണമെന്ന് ഞാൻ എപ്പോഴും കരുതിയിരുന്നു. അതിനാൽ ഞങ്ങൾ സർവത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അത് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ AI നിർമ്മിക്കുകയാണ്. കൂടാതെ പാശ്ചാത്യ മോഡലുകൾക്ക് ശരിക്കും മികച്ചതാകാൻ ആവശ്യമായ ഡാറ്റയില്ലാത്ത 12-13 പ്രാദേശിക ലിപികളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ അതൊരു ഉദാഹരണമാണ്. നമ്മളിപ്പോൾ എമർജന്റ് എന്ന പേരുള്ള ഇന്ത്യയിലെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയിൽ നിക്ഷേപിച്ചു. ഏതാണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് $50 ദശലക്ഷം ഒരു റൺ റേറ്റിലേക്ക് എത്താൻ അവർക്ക് 7 മാസം വേണ്ടിവരും. 7 മാസം. അത് ഇന്ത്യയിൽ നിന്നുള്ള എമർജന്റ് എന്ന് വിളിക്കുന്ന സംരംഭകരുടെ ഒരു അതിശയകരമായ കൂട്ടമാണ്. അതുകൊണ്ട് അവസരങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുന്നു, അപകടങ്ങളുണ്ട്. അതിലൊന്ന് അവിടെയാണ് രാഷ്ട്രീയത്തിൻ്റെയും നയങ്ങളുടെയും പ്രാധാന്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. നമ്മൾ താഴെത്തട്ടിലുള്ള വോട്ടർമാരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, പരിഗണിച്ചില്ലെങ്കിൽ അവർ AI-യെ നിരസിക്കും. AI-യെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് പകരം AI-യെ എതിർക്കുന്ന ആളുകളെ അവർ തിരഞ്ഞെടുക്കും. നിങ്ങൾക്കറിയാമോ, മനസ്സിൽ വെക്കേണ്ട ഒരു അപകടം ചൈന വളരെ പ്രതിജ്ഞാബദ്ധമാണ് എന്നതാണ്. അവരുടെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയിൽ AI-യിലെ നേതൃത്വം ഒരു ദേശീയ പദ്ധതി ലക്ഷ്യമായിരുന്നു. അതെ, അവർ വളരെ നന്നായി ചെയ്തു. ഇന്ത്യക്കും നന്നായി ചെയ്യാൻ കഴിഞ്ഞേക്കാം. നമുക്ക് അതിനുള്ള കഴിവുണ്ട്. ഇന്ത്യക്ക് അത് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിൽ രാഷ്ട്രീയമുണ്ട്, ചൈനയിൽ രാഷ്ട്രീയമില്ല. ശരിയാണ്, കൃത്യം. ശരിയല്ലേ? അതെ, ചൈന കൂടുതലും ഭരിക്കുന്നത് എഞ്ചിനീയർമാരാണ്. ഒന്ന് പറഞ്ഞാൽ നൈരൂപീകരണത്തിന്റെയും ഗവൺമെന്റിന്റെയും ഉയർന്ന തലങ്ങളിൽ ഇന്ത്യയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പ്രയാസമുള്ള ഒരു രീതി അവർക്കത് നടപ്പിലാക്കാൻ കഴിയും. ജനാധിപത്യ രാജ്യങ്ങൾക്ക് ആ പോരായ്മയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചൈനയോടൊപ്പം പിടിച്ചു നിൽക്കുന്നതിലും ഒപ്പം ഈ സേവനങ്ങൾ ഇന്ത്യൻ ജനതയിലേക്ക് എത്തിക്കുന്നതിൽ. ഞാനൊരു രാജ്യത്തെ ലോക നേതാവുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, തൊഴിൽ നഷ്ടം ഒഴിവാക്കാൻ അവർ ആ രാജ്യത്ത് AI സ്വീകരിക്കാൻ പോകുന്നില്ലെന്ന്. അത് വളരെ മണ്ടത്തരമായ ഒരു സമീപനമാണ്. കാരണം അവരെല്ലാ ഗുണങ്ങളും ഒഴിവാക്കുകയാണ്. താങ്കളുടേത് ഇതിന് നേർ വിപരീതമാണ്. അതെ, താങ്കളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് എന്നെ വളരെ ആവേശഭരിതനാക്കുന്നത് അത് തൊഴിൽ നഷ്ടമല്ല എന്നതാണ്. ഒന്നാമതായി അത് വളരെ മികച്ച ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നു. രണ്ടാമതായി, നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ നഷ്ടത്തിന്റെ തോത് മാറ്റാൻ കഴിയും. അതെ, AI കയറ്റുമതിയുടെ. ഞാൻ ഒരു നല്ല കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. AI ഏറ്റവും ദരിദ്രരും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരും ഏറ്റവും വിദ്യാസമ്പന്നരും ഏറ്റവും സമ്പന്നരും തമ്മിലുള്ള ഒരു വലിയ സമത്വ സൃഷ്ടിയാണ്. അതിൻ്റെ കാരണം എല്ലാവർക്കും AI-യിൽ ഒരേ ബുദ്ധിയും AI-യിൽ ഒരേ വിദ്യാഭ്യാസവും ഉണ്ടാകും എന്നതാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഒരു കർഷക തൊഴിലാളിക്ക് ഒരു ഓങ്കോളജിസ്റ്റിന്റെ വൈദഗ്ധ്യം ലഭ്യമാകും. കാരണം അവർ രണ്ടുപേരും ഒരേ AI ആണ് ഉപയോഗിക്കുന്നത്. അതെ, അതിശയിപ്പിക്കുന്നു. അതുകൊണ്ട് ശരിയായ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സമത്വ സൃഷ്ടിയാകും. കാരണമല്ലെങ്കിൽ പണക്കാർക്കോ ഇടത്തരക്കാർക്കോ മെച്ചപ്പെട്ട ഡോക്ടർമാരെ ലഭിക്കുന്നു. പാവപ്പെട്ടവർക്ക് കിട്ടുന്നത് അതെ, നിങ്ങൾക്കറിയാമോ? തീർച്ചയായും ഡോക്ടർമാർ. പക്ഷേ ഇവിടെ ഇത് എല്ലാവർക്കും തുല്യം പോലെയാണ്. സമ്പന്നരായ എല്ലാ ഇന്ത്യക്കാരും അവരുടെ കുട്ടികൾക്കായി പേഴ്സണൽ ട്യൂട്ടർമാരെ നിയമിക്കുന്നു. അതെ, പാവപ്പെട്ട ആളുകൾക്ക് ഒരു പേഴ്സണൽ ട്യൂട്ടറെ നിയമിക്കാൻ കഴിയില്ല. അതിനാൽ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു സ്വാഭാവികമായ മുൻതൂക്കമുണ്ട്. AI ട്യൂട്ടർ വില കുറഞ്ഞതാകുമ്പോൾ, ഒരുപക്ഷെ ഒരു UPI പോലുള്ള സേവനത്തിൽ നിന്നോ മറ്റ് സേവനങ്ങളിൽ നിന്നോ സൗജന്യമാകുമ്പോൾ, അപ്പോൾ പണക്കാർക്ക് നിയമിക്കാൻ കഴിയുന്ന ഹ്യൂമൻ ട്യൂട്ടറിനേക്കാൾ മികച്ച ഒരു ട്യൂട്ടർ പാവപ്പെട്ടയാൾക്ക് ലഭിക്കുന്നു.
അത്യുത്തമം. അതെ. കൂടാതെ സമ്പന്നരാകുന്നത് കൊണ്ടുണ്ടാകുന്ന ആ വലിയ പോരായ്മ കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല. തിരികെ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് വേഗത്തിൽ ചോദിക്കട്ടെ, പരമ്പരാഗത BA-കൾക്കും MA-കൾക്കും ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് ധാരാളം ചോദ്യങ്ങളുണ്ട് തുടങ്ങിയവ. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ 100 കണക്കിനും 1000 കണക്കിനും നിക്ഷേപം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ത്യയിലെ ചില കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നു എന്ന് ഇപ്പോൾ സൂചിപ്പിച്ചു. നിങ്ങൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുന്ന 2-3 കാര്യങ്ങൾ എന്നോട് പറയൂ. കൂടാതെ ശരി, ഇത് മൂല്യമുള്ളതാണ്, ഇത് മൂല്യമില്ലാത്തതാണ് എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താണ് എന്ന്. അതായത് ലോകത്തെ ഉള്ളതുപോലെ നിർവചിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതായത് അവർ ലോകത്തെ അംഗീകരിക്കുന്നു, പിന്നെ ഇങ്ങനെയാകാം ലോകം, അത് യാഥാർത്ഥ്യമാക്കാൻ ഞാൻ പ്രയത്നിക്കും എന്ന് പറയുന്ന ഒരു ചെറിയ ശതമാനം ആളുകളുണ്ട്. ഞാൻ അതിനെ ഹ്യൂമൻ ഏജൻസി എന്ന് വിളിക്കുന്നു. മാറ്റം വരുത്താൻ അവർക്ക് ഏജൻസിയുണ്ട്. അതാണ് ഞാൻ നോക്കുന്നത്. അവർ പ്രതിബന്ധങ്ങളെ വകവയ്ക്കാതെ മാറ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടെത്താൻ ഒരു സംരംഭകനാകുന്നത് ബുദ്ധിമുട്ടാണ്. മിക്ക സംരംഭകരും പരാജയപ്പെടുന്നു. പക്ഷേ ഏജൻസിയുള്ള ആളുകളാണ് മാറ്റം കൊണ്ടുവരുന്നത്. ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നതിലൂടെയെങ്കിലും കുറച്ചാളുകൾക്ക് എല്ലാത്തിലും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രചോദനം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. അതറിയാമോ, അതൊരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അടുത്തിടെയായി വിജയിച്ച സംരംഭകരുടെ നല്ല മാതൃകകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ യുവാക്കൾ സംരംഭകരാകാനും ഏജൻസി വികസിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. അവർ അവരുടെ വിധിയെ അംഗീകരിക്കുന്നില്ല. ഇതാണ് ഉള്ളത്, അത് അംഗീകരിക്കുക. അപ്പോൾ ശരി, അത് എനിക്ക് പ്രോത്സാഹനം നൽകുന്നു. അത് വളരെ പ്രോത്സാഹജനകമാണ്. ഡോക്ടർമാർ, ട്യൂട്ടർമാർ തുടങ്ങിയവരിലേക്ക് തിരികെ വന്നാൽ AI വന്നതോടെ MBAയോ MBBSോ അല്ലെങ്കിൽ വെറുമൊരു സാധാരണ ഡിഗ്രിയോ ഉള്ള ഒരാളിൽ അതിൻ്റെ സ്വാധീനം എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം AI-കളിൽ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ അത് ഒരു തരത്തിൽ അവരല്പം കുഴപ്പത്തിലാണോ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ സമയപരിധികൾ നോക്കണമെന്ന്. അടുത്ത 5 വർഷമോ 2, അതിനാൽ ഇത് പ്രയോജനപ്പെടുത്താൻ ഏറ്റവും സജ്ജരായവർ അവരാണ്. അതുകൊണ്ട് ഞാനിത് വിശദീകരിക്കുന്ന രീതി, ഇന്ത്യയിലെ ഓരോ ഡോക്ടർക്കും മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന 5 AI ഇന്റേണുകളെ ലഭിക്കും. അങ്ങനെ അവർ അവരുടെ തൊഴിൽപരമായ കഴിവ് പ്രയോജനപ്പെടുത്തുന്നു. പക്ഷേ നിങ്ങൾ 2040 കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ 15 വർഷം ഒരു വ്യക്തിക്കല്ല, ഒരു രാജ്യത്തിന് പ്രസക്തമായ സമയപരിധികൾ. മെഡിക്കൽ ബിരുദമോ MBAയോ ഇല്ലാത്ത ആളുകളുമായി അവർ തുല്യരാക്കപ്പെടും. അതുകൊണ്ട് അത് തുല്യമാക്കുമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ അതിനർത്ഥം ഇന്ന് വലിയ നേട്ടമുള്ള കുറച്ച് ആളുകൾക്ക് അത്ര വലിയ നേട്ടം, അല്ലെങ്കിൽ കുറഞ്ഞത് അത്ര വലിയ നേട്ടം ഉണ്ടാകില്ല എന്ന. അത് വീണ്ടും തുല്യതയാണ്. എല്ലാവരും എന്നത് നല്ലതാണ്. ഞാൻ കരുതുന്നു നമുക്ക് AI ഉപയോഗിച്ച് ശരിയായ നയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സമൂഹത്തിൽ കൂടുതൽ തുല്യത സാധ്യമാണ്. അതിൽ ഞാൻ ആവേശഭരിതനാണ്. കാരണം ഇന്ന് നിങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് നിങ്ങൾ മുന്നിൽ നിന്ന് തുടങ്ങിയാൽ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്റ്റാൻഫോർഡിലോ മറ്റോ അയക്കാൻ പണം നൽകിയാൽ, നിങ്ങൾ മറ്റെല്ലാവരേക്കാളും വളരെ മുന്നിലായിരിക്കും. ഓരോ കുട്ടിക്കും ആ അവസരം ലഭിക്കാൻ. ഒരു സമൂഹത്തിൽ സാമ്പത്തിക ചലനാത്മകത എന്ന് വിളിക്കപ്പെടുന്നത് നാടകീയമായി ഉയരാൻ കഴിയും. ഗംഭീരം. AI-ക്ക് മുമ്പ് അത് ചെയ്യാൻ ഒരുപാട് പണം ചിലവാകുമായിരുന്നു. നിങ്ങൾക്ക് എല്ലായിടത്തും ആശുപത്രികൾ വേണം. നിങ്ങൾക്ക് പ്രവേശനം വേണമെങ്കിൽ നിങ്ങൾ സബ്സിഡി നൽകണം. എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. വളരെ വളരെ അനന്തമായി കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് കൂടുതൽ തുല്യത നേടാൻ കഴിയും. അല്ലെങ്കിൽ ചെലവിൻ്റെ 10-1. അതെ, ചില സേവനങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാർപ്പിടം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും പ്രയാസമുള്ള സേവനങ്ങളാണ്. പക്ഷേ എനിക്ക് സംശയമുണ്ട്, പക്ഷെ നിങ്ങൾ അവിടെ സൂചിപ്പിച്ചു, നിങ്ങൾ എഴുതുക പോലും ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് നോക്കാൻ കഴിയും. അതായത് പാർപ്പിടത്തിനോ റോഡിനോ ഉപയോഗിക്കുന്ന സാധനങ്ങൾ AI-ക്ക് നോക്കാൻ കഴിയും. പിന്നെ എന്ത് വലുപ്പത്തിൽ, ഒരു റോഡിന് എന്ത് വീതി വേണം. അവർക്ക് ചെലവ് കുറയ്ക്കാനും അതിനെ ഒരുപക്ഷെ 10-1 മറിച്ച് 3-1 5-1 വില കുറഞ്ഞതാക്കാനും കഴിയും. കൂടാതെ പാർപ്പിടം പോലൊന്ന് ഇത്രയധികം ഭൗതികമായിരിക്കുമ്പോൾ അതിനെ വളരെ വളരെ വില കുറഞ്ഞതാക്കാൻ കഴിയുമോ എന്ന വിഷയം പരിശോധിക്കുന്നതിനായി ഞാൻ
ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. സത്യം എന്തെന്നാൽ വീടൊരു സ്ഥലത്ത് നിർമ്മിക്കുന്നതിന് പകരം ഫാക്ടറിയിൽ നിർമ്മിച്ചിരുന്നെങ്കിൽ അവയുടെ വില പകുതിയാകുമായിരുന്നു. ശരി. അത് നമുക്കിന്നറിയാം. അതുകൊണ്ട് കൂടാതെ നിങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാനതിനെ ദി മെറ്റീരിയലൈസിംഗ് ഹൗസിംഗ് എന്ന് വിളിക്കുന്നു. അത് വളരെ വില കുറഞ്ഞതാകുമായിരുന്നു. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഞാൻ അതിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എളുപ്പവും മികച്ചതുമാക്കുന്ന സാങ്കേതിക വിദ്യകളിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവ പരിഹരിക്കപ്പെട്ടു എന്നോ അത് എങ്ങനെ ചെയ്യുമെന്ന് കാണാൻ എളുപ്പമാണെന്നോ ഞാൻ പറയില്ല. അവ കഠിനമായ പ്രശ്നങ്ങളാണ്. പക്ഷേ അതിനായി പ്രവർത്തിക്കാൻ മൂല്യമുള്ളവയാണ്. വിനോദ് ഖോസ്ല, വളരെ നല്ലത്. സത്യത്തിൽ ഇത് കേൾക്കുന്നതിൽ എനിക്ക് വളരെ പ്രോത്സാഹനം തോന്നുന്നു. കാരണം നോക്കൂ, ഇന്ത്യക്ക് ഒരു മികച്ച ഭാവിയുണ്ട്. പക്ഷേ ഇത് നടപ്പിലാക്കണം. അതിൽ ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളുമുണ്ട്. അത് തീർച്ചയായും സാധാരണമാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ലോകത്തെ മാറ്റണമെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷേ ഇന്ത്യയുടേതാകാൻ സാധ്യതയുള്ള, ഇന്ത്യക്ക് ഒരു വിപ്ലവകരമായ ഭാവിയാകാൻ കഴിയുന്നതിനെക്കുറിച്ച് ഒരു അവസാന പ്രസ്താവന തരൂ. എല്ലാ അടിസ്ഥാന സേവനങ്ങൾക്കുമുള്ള ബജറ്റ് കമ്മിയും അതുപോലുള്ളവയും മറികടക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതൊരു വലിയ കാര്യമാണ്. അത് സാധ്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവയിലൊന്ന് കാറുകൾക്ക് പകരം പൊതുഗതാഗതം, അതായത് സ്വയം ഓടുന്ന പൊതുഗതാഗതം. നമുക്ക് ചെയ്യാനൊരു സിസ്റ്റം ഉണ്ട്. അത് ചെയ്യാൻ ഞങ്ങളൊരു സിസ്റ്റം വികസിപ്പിച്ചു. അതുകൊണ്ട് ഒരു DTC ബസ്സിന്റെ ചെലവിൽ നിങ്ങൾക്ക് ഊബർ പോലുള്ള സേവനങ്ങളോ ഓല പോലുള്ള സേവനങ്ങളോ ലഭിക്കും. AI ഉപയോഗിച്ച്. എന്തുകൊണ്ട്? കാരണം AI ആണ് കാറുകൾ ഓടിക്കുന്നത്. അവരത് ഉപയോഗപ്പെടുത്തുന്നു. അവ വ്യക്തിഗത വാഹനങ്ങളുമാണ്. നിങ്ങൾക്കില്ല. ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് 2 പേരുണ്ട്. ഡൽഹിയിലെ ഒരു ബസ്സിൽ എന്ന പോലെ 100 പേരല്ല. ശരി. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി വളരെ വ്യത്യസ്തമായ ഒരു ലോകം ഒരുപക്ഷെ നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സാധ്യമാണെന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ ഭൂരിഭാഗവും ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെയും നയങ്ങളുടെയും കൈകളിലാണ്. കൂടാതെ ഈ കാഴ്ചപ്പാടിൽ വിശ്വസിക്കാൻ മാത്രം ശുഭാപ്തി വിശ്വാസം കാണിക്കുകയും പിന്നീട് അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ജനങ്ങളിൽ അത് തനിയെ സംഭവിക്കില്ല. സംരംഭകരും സർക്കാരുകളും അത് യാഥാർത്ഥ്യമാക്കേണ്ടി വരും. ചൈന തീർച്ചയായും അത് നടപ്പിലാക്കുന്നുണ്ട്. ശരി. പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയുന്നതിൻ്റെ പ്രധാന കാര്യം, ക്ഷമിക്കണം, ഒരു ദിവസം 6 മണ്ണുമാന്തുന്ന ഉപകരണങ്ങൾ പൂർണ്ണമായും റോബോട്ടുകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു ലേഖനം വായിച്ചു. വളരെ നല്ലത്. അപ്പോൾ അത് നിർമ്മാണ ചെലവ് കുറയ്ക്കും. അതെ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ശരിയാണ്. അപ്പോൾ പക്ഷെ തൊഴിൽ ചെലവ് ഇല്ലാതാകും. ഇല്ല. പക്ഷെ ഒരു കാര്യം, അവസാനത്തെ പോയിന്റ്, ഭാവിയിൽ ഒരു വലിയ മാറ്റം വരുത്താൻ സാധാരണയായി ഒരുപാട് പണം ചിലവഴിക്കേണ്ടി വരും എന്നതാണ്. എന്നാൽ AI ഉപയോഗിച്ച് നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഭാവി മാറ്റാൻ കഴിയും. അത് പ്രോത്സാഹജനകമാണ്. അതെ, ഇന്ത്യയിലെ പ്രശ്നം കുറഞ്ഞ മൂലധന നിക്ഷേപം ഉപയോഗിച്ച് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നതാണ്. അതെ. കുറഞ്ഞ പണം ചെലവഴിച്ചു AI പല മേഖലകളിലും ഒരു അവസരം നൽകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാറ്റിലും അല്ല, പക്ഷെ ഒരുപാട് മേഖലകളിൽ. അതൊരു ശുഭപ്രതീക്ഷയുള്ള കാഴ്ചപ്പാടാണ്. ശരി, സത്യത്തിൽ അതൊരു ശുഭപ്രതീക്ഷയുള്ള കാഴ്ചപ്പാടാണ്. പക്ഷേ AI ഓൾ ഇന്ത്യയാണ്. ഓൾ ഇന്ത്യ AI എന്ന് അത് വളരെ വ്യക്തമാക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമോ, അതൊരു യാദൃശ്ചികതയല്ല, പക്ഷേ നന്ദി. അവർ നിങ്ങളെ വെറുതെയല്ല ഒരു ദീർഘദർശി എന്ന് വിളിക്കുന്നത്. വിനോദ്, ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. എല്ലാവരും ഇത് കേൾക്കണമെന്നും ഇതിൽ നിന്ന് പഠിക്കണമെന്നും ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു. സർക്കാരിലെ ശരിയായ ആളുകൾ ഇത് കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൃത്യമായി. നോക്കൂ, വളരെ നന്ദി. അതെ, പല സംസ്ഥാനങ്ങളും വിദ്യാഭ്യാസത്തിനായി ഇവിടുത്തെ സംഘടനകളുമായി ഇതിനകം പ്രവർത്തിക്കുന്നുണ്ട്. മറ്റുള്ളവയിലും ഇത് സാധ്യമാണെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ ആളുകൾ ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ. അവസാനമായി ഒരു കാര്യം പറയട്ടെ. എൻ്റെ ഭാര്യ ഒരു നോൺ പ്രോഫിറ്റ് ലാഭേച്ഛയില്ലാത്ത കമ്പനി നടത്തുന്നുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി AI ട്യൂട്ടർമാരെ നിർമ്മിക്കുന്നു. വാവ്,
ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എല്ലാ മാസവും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് പേർ ഉൾപ്പെടെ. ഇതൊരു യഥാർത്ഥ അവസരമാണെന്ന് ഞാൻ കരുതുന്നു. എന്താണത്? എന്താണ് ആ ലിങ്ക്? ആളുകൾക്ക് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി. അതിൻ്റെ പേര് ck12.org എന്നാണ്. പ്രൊഡക്റ്റിൻ്റെ പേര് ഫ്ലെക്സി, ഐയുടെ ട്യൂട്ടർ. ck12.org നിന്നുള്ളതാണ്. അത് സൗജന്യമാണ്. അതൊരു നോൺ പ്രോഫിറ്റ് ആണ്. സൗജന്യമായ ഒരു ഉൽപ്പന്നം നൽകുന്നു. അപ്പോൾ എന്നെ പോലുള്ള ചെറുപ്പക്കാരെയും അതിന് പഠിപ്പിക്കാൻ കഴിയുമോ? അതെ. ശരി, നിങ്ങളെയും. ശരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. എനിക്കിതിന് ശേഷം ശരിക്കും പ്രതീക്ഷ തോന്നുന്നു. വളരെ നന്ദി വിനോദ്. വളരെ നന്ദി.